നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ പഴയ കപ്പക്കടവിലെ സൈബർ പോരാളിക്ക് ചങ്ക് കൂട്ടുകാർ. എന്നാൽ കേരള പോലീസ് എന്ന സുമ്മാവ. അർജുനായികയും കൂട്ടരും കണ്ണൂർ സ്ക്വാഡിൻ്റെ കരുത്തെറിഞ്ഞ മണിക്കൂറുകൾ. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്ക് വെല്ലുവിളി കേരള പോലീസിനോടാണ്. നെഞ്ചുറപ്പോടെ കാർത്തിക് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. ഒപ്പം തിരുവനന്തപുരത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ച് പി വിജയൻ എന്ന ADGP. കുപ്രസിദ്ധ കുറ്റവാളി അർജുനായികയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. ഒടുവിൽ അർജുനായികയുടെ നട്ടെല്ലൂരി കേരള പോലീസ് തൂക്കിയെടുക്കുമ്പോൾ അർജുൻ്റെ കൂട്ടാളികളും ഒന്നൊന്നായി വീഴുന്നു. കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക്കിൻ്റെ അതിശക്തമായ നീക്കം. തിരുവനന്തപുരത്ത് പി വിജയൻ എന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP പോലീസ് സേനയ്ക്കൊരു നിർദ്ദേശം നൽകുന്നു. വരുന്ന 60 മണിക്കൂറുകൾക്കുള്ളിൽ അർജുനായികയെ പിടികൂടുക. അർജുനായിക അത്ര നിസ്സാരക്കാരനായിരുന്നില്ല. അർജുൻ്റെ സുഹൃത്തുക്കൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ബന്ധുക്കൾ ഉൾപ്പെടെ വലിയ സംഘാംഗങ്ങളുണ്ട് ആ കണ്ണിയിൽ. അർജുനായികയെ പിടികൂടാൻ പോലീസ് തീരുമാനമെടുത്തതിന് തൊട്ടുപിന്നാലെ അഴീക്കൽ കപ്പക്കടവ് ആയങ്കി ഹൗസിലെത്തി അർജുനായികയുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തു. അവൻ വീട്ടിലെത്തിയിട്ട് മാസങ്ങളായി എന്നതായിരുന്നു അമ്മയുടെ മൊഴി. പോലീസിന് അറിയാമായിരുന്ന അർജുനായികയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ. വൈഫൈ ഉപയോഗിച്ച അർജുൻ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നു, കുറിപ്പുകളിടുന്നു. അവൻ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നതും വൈഫൈ ഉപയോഗിച്ച്. പോലീസ് അന്വേഷണം ശക്തമായി തുടരുമ്പോൾ സുഹൃത്തുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അർജുനായികയുടെ മെസ്സേജുകൾ എത്തുന്നു. പോലീസ് നിങ്ങളെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഓരോ സുഹൃത്തുക്കൾക്കും അവൻ്റെ മെസ്സേജ്. എല്ലാറ്റിനുമൊടുവിൽ എല്ലാവരും ഫോൺ ഓഫാക്കണമെന്നായിരുന്നു അർജുനായികയുടെ മെസ്സേജ്. കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു അർജുനായിക അധോലോക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇതിനിടയിൽ കോതമംഗലത്തുണ്ടായ സംഭവം. തുടർന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകാമെന്ന അവസ്ഥ. ഒടുവിൽ കൊച്ചിയിൽ നിന്ന് അർജുനായിക ഈ മാസം 5-ാം തീയതി രാത്രിയിൽ കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുന്നു. കണ്ണൂർ അഴീക്കോട് കപ്പക്കടവിൽ 5-ാം തീയതി രാത്രി അർജുനായിക എത്തി. കാറിലായിരുന്നു അർജുനായിക കപ്പക്കടവിലെത്തിയത്. അർജുനായികയുടെ കട്ട സുഹൃത്തുക്കളാണ് കുട്ടൻ എന്ന് വിളിക്കുന്ന ജിതിനും പ്രണവും. കപ്പക്കടവിലെത്തിയ അർജുനായിക മട്ടന്നൂർ, തോട്ടട, ചാലോട് എന്നിവിടങ്ങളിലെത്തി. അർജുനായികയ്ക്കൊപ്പം പ്രണവും കുട്ടനും. യാത്ര ചെയ്ത അവസരങ്ങളിലൊന്നും അർജുനായിക കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. കുട്ടനും പ്രണവും കാറിൽ നിന്ന് പുറത്തിറങ്ങി പലരെയും കണ്ടു. പോലീസ് തനിക്ക് പിന്നാലെയുണ്ട് എന്ന് മനസ്സിലാക്കിയ അർജുനായിക പ്രണവിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീടാണ് തളിപ്പറമ്പിലെ ഒളിസങ്കേതത്തിലേക്കുള്ള അർജുനായികയുടെ യാത്ര. തളിപ്പറമ്പിൽ അർജുനായിക എത്തിച്ചത് കുട്ടനും പ്രണവും ചേർന്ന്. പോലീസിന്റെ നിർണായകമായ നീക്കം. ഇതിനിടയിൽ 7-ാം തീയതി രാവിലെ കുട്ടനെ പോലീസ് പൊക്കി. പോലീസിന്റെ ശക്തമായ ചോദ്യം ചെയ്യലിന് മുന്നിൽ കുട്ടൻ പതറുന്നില്ല. അർജുനായിക എവിടേക്കാണ് പോയത് എന്ന് തനിക്കറിയില്ല എന്നാണ് കുട്ടൻ പോലീസിന് നൽകുന്ന മറുപടി. ഇതിനിടയിൽ കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘം കുട്ടനെയും ആയങ്കിയുടെ മറ്റൊരു സുഹൃത്തായ അഖിലിനെയും കസ്റ്റഡിയിലെടുത്തു. ഇതോടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ പിടിവിട്ടു. എന്നാൽ കണ്ണൂർ സ്ക്വാഡ് അടങ്ങിയിരുന്നില്ല. അവർ കുട്ടൻ സഞ്ചരിച്ച വഴികളിലൂടെ തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. K കാർത്തിക്കിൻ്റെ അതീവ ബുദ്ധികൂർമ്മതയുള്ള തീരുമാനം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. കുട്ടനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ചില അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ കുട്ടൻ തളിപ്പറമ്പിൽ എത്തിയെന്നത് പോലീസ് സ്ഥിരീകരിച്ചു. തളിപ്പറമ്പിലാണ് കുട്ടൻ അർജുനായിക ഇറക്കിവിട്ടത് എന്ന് പോലീസ് കണ്ടെത്തിയതോടെ അർജുനായികയുടെ അടുക്കൽ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി എന്ന് പോലീസ് സംഘം സ്ഥിരീകരിച്ചു. പോലീസിൻ്റെ ഫീൽഡ് ഇൻ്റലിജൻസ് ഉണർന്ന് പ്രവർത്തിച്ചു. തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട് അർജുനായിക ബന്ധപ്പെടാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് അവർ നിരീക്ഷണം ആരംഭിച്ചു. ശക്തമായ തന്ത്രങ്ങളായിരുന്നു ഒളിവ് ജീവിതത്തിൽ അർജുനായിക പയറ്റിയത്. ഒളിവിടങ്ങളിലേക്ക് പോകുമ്പോൾ കൂട്ടാളികൾ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലിടണം. താവളം മാറുമ്പോൾ അങ്ങോട്ടൊരിക്കലും നേരിട്ട് പോകരുത്. എതിർദിശയിലോ ഒരിക്കലും ആളുകൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെയോ ആവണം ഓരോ ലക്ഷ്യങ്ങളിലും എത്തേണ്ടത്. പോലീസിനെ വഴിതെറ്റിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അർജുനായിക തൻ്റെ യാത്രയിൽ കരുതി. ഇക്കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ചുടലയിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് വാഹനം മാറി. ബന്ധുക്കളാണ് പ്രണവും കുട്ടനും ദീപുവും. ഇവർ 3 പേരുമാണ് അർജുനായികയ്ക്ക് വേണ്ട ഒളിവ് സങ്കേതങ്ങൾ ഒരുക്കിയത്. ഒരിക്കലും ഈ 3 പേർ പോലീസ് പിടിയിലാകരുത് എന്ന് അർജുനായിക നിശ്ചയിച്ചുറപ്പിച്ചു.
എന്നാൽ കുട്ടൻ പോലീസ് പിടിയിലായതോടെ അർജുനായിങ്കിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. അർജുനായിങ്കിയുടെ ബന്ധുക്കളെയും കൂട്ടാളികളെയും ഒക്കെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദം. ഒളിവ് ജീവിതം നയിച്ച അർജുനായിങ്കിയെ ഒടുവിൽ മാളത്തിലിട്ട് പൂട്ടുകയായിരുന്നു കേരള പോലീസ്. കണ്ണൂർ സ്ക്വാഡ് തന്നെയാണ് ഒടുവിൽ അർജുനായിങ്കിയെ വീഴ്ത്തിയത്. അർജുനായിങ്കിയെ വലയിൽ വീഴ്ത്താനുള്ള ഓപ്പറേഷൻ ആയിങ്കി തുടങ്ങിയതിന് തൊട്ടുപിന്നാലെ പോലീസ് സേന മറ്റൊരു വലിയ ദൗത്യത്തിന് തുടക്കമിട്ടു. ഓപ്പറേഷൻ ഗ്രിപ്പ്. സംസ്ഥാനത്ത് ഒളിച്ചിരിക്കുന്ന ഗുണ്ടകളെയും ക്രിമിനലുകളെയും തൂക്കിയെടുക്കുകയായിരുന്നു പോലീസ് സേനയുടെ ലക്ഷ്യം. ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ ഒരു തന്ത്രം കൂടിയുണ്ട്. അർജുനായിങ്കിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗുണ്ടകളെയും കൂട്ടാളികളെയും ഒക്കെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യുക. തനിക്ക് പാർട്ടിയുടെയോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ പരോക്ഷ പിന്തുണയില്ല എന്ന് അർജുനായിങ്കി തിരിച്ചറിഞ്ഞതോടെ അയാൾ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. മറുവശത്ത് അമ്മയടക്കം കുടുംബത്തിലെ പലരെയും പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു. പൂർണ്ണമായും തൻ്റെ നെറ്റ്വർക്ക് തകർന്നു എന്ന് ആയങ്കിക്ക് ബോധ്യം വന്ന ദിവസങ്ങളും മണിക്കൂറുകളും. മറുവശത്ത് MP ജയരാജനടക്കം അർജുനായിങ്കിയെ തള്ളിപ്പറയാൻ നിർബന്ധിതരാകുന്നു. ആയങ്കിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ മുതൽ പോലീസ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തു വിളിപ്പിച്ചു വരുത്തി. ഇതോടെയാണ് കേസിൻ്റെ ദിശ മാറുന്നത്. ആയങ്കിയുടെ അമ്മയെ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ആയങ്കിയുടെ ബന്ധുക്കളും കുടുംബക്കാരും ഭയപ്പെട്ടു. ഇനി യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന സന്ദേശം പോലീസ് ആയങ്കിക്ക് നൽകുന്നു. താൻ കാരണം വീട്ടുകാരും കുടുംബവുമൊക്കെ പോലീസിൻ്റെ വലയിലാണ് എന്ന ബോധ്യം ആയങ്കിയെ തളർത്തി. പാർട്ടി കൈയൊഴിഞ്ഞ താൻ കുടുംബത്തിലും ഒറ്റപ്പെടുമെന്ന തോന്നൽ. ആയങ്കിക്ക് സാമ്പത്തിക സഞ്ചാര സൗകര്യമൊരുക്കിയ ഓരോരുത്തരെയായി പോലീസ് വീഴ്ത്തി. ഒളിത്താവളങ്ങൾ ഓരോന്നായി പൂട്ടപ്പെട്ടു. ഒടുവിലാണ് തളിപ്പറമ്പിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ നിന്ന് പോലീസിന് വന്ന നിർണായക വിവരം. പിന്നീട് പോലീസിന്റെ നീക്കം പഴുതടച്ച സൈബർ ട്രാക്കിങ്ങിലൂടെ. വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സേന മിന്നൽ വേഗത്തിൽ സ്ഥലത്തെത്തി. കണ്ണൂർ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അടിയന്തരമായി ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം. യഥാർത്ഥ കണ്ണൂർ സ്ക്വാഡ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമാക്കിയതും ആ ഘട്ടത്തിൽ. സിനിമകളിൽ കണ്ട അതേ ആർജവമായിരുന്നു പോലീസ് സേനയിലെ അംഗങ്ങൾക്ക്. കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക്, സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി, റൂറൽ SP ഉമേഷ് ഗോയൽ, കണ്ണൂർ ACP MP ആസാദ് എന്നിവരുടെ മേൽനോട്ടത്തിൽ റൂറൽ സിറ്റി പോലീസിലെ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ സ്ക്വാഡ് അണിനിരത്തി. കണ്ണൂർ സ്ക്വാഡിനൊപ്പം സൈബർ പോലീസും ഡാൻസ് ഓഫും കൈകൊടുത്തു. പിന്നീട് പുലർച്ചയോടെ അർജുനായിങ്കി വീഴുമ്പോൾ മറുവശത്ത് ആയങ്കിയുടെ കൂട്ടുകാർ നിലവിളിക്കുന്നു. അർജുനായിങ്കി പോലീസ് വലയിലായതോടെ അർജുനായിങ്കിയുടെ കൂട്ടുകാർ ആദ്യം ഭയപ്പെട്ടതൊന്ന്, ആയങ്കിയെ ഊന്നുകൽ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവർ വെറുതെ വിടില്ല. കണ്ണൂരിൽ വെച്ച് പിടിയിലായാലും കുഴപ്പമില്ല എന്നതായിരുന്നു ആയങ്കിയുടെ കണക്കുകൂട്ടൽ. കൊച്ചിയിൽ വെച്ചാണ് പിടിയിലാകുന്നതെങ്കിൽ ഊന്നുകൽ കോതമംഗലം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നോട് തീർത്താൽ തീരാത്ത കലിപ്പുണ്ട്. അറസ്റ്റിലായാൽ എങ്ങനെയൊക്കെ നീങ്ങണമെന്ന് അഭിഭാഷകനും അർജുനായിങ്കിയും തമ്മിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്ന് ബോധ്യം വരുന്ന നിലയിലാണ് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ. കണ്ണൂർ കോടതി മജിസ്ട്രേറ്റ് അവധിയിലായതിനെ തുടർന്ന് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ആയങ്കിയെ ഹാജരാക്കി. കോതമംഗലത്ത് നിന്ന് അർജുനെ കസ്റ്റഡിയിലെടുക്കാൻ വാഹനവുമായി എത്തിയ എറണാകുളം ഊന്നുകൽ പോലീസ് സംഘം. കണ്ണൂരിലെ അന്വേഷണ സംഘം വിചാരിച്ചത് വളരെ ലളിതമായ കാര്യം. താരതമ്യേന കുറഞ്ഞ വകുപ്പുകളിട്ട് കണ്ണൂർ പോലീസ് ചാർജ് ചെയ്ത കേസിൽ ആയങ്കിക്ക് ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം. അപ്പോൾ തന്നെ ഊന്നുകൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നേരെ കൊച്ചിയിലേക്ക് കുതിക്കും. എന്നാൽ അർജുനായിങ്കിയുടെ അഭിഭാഷകൻ ഈ അപകടം മണത്തു. അതുകൊണ്ടാണ് ഇന്നലെ ജാമ്യാപേക്ഷ നൽകാതിരുന്നത്. കോടതിയിലെത്തിച്ചപ്പോൾ ജാമ്യാപേക്ഷ നൽകിയില്ല. ആയങ്കിക്ക് മേൽ ബാക്കി കേസുകൾ കൂടി ചുമത്തി എളുപ്പത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിൻ്റെ നീക്കം ആയങ്കിയുടെ അഭിഭാഷകൻ തകർത്തു. ഒരാഴ്ചക്കാലം കേരള പോലീസിന് തലവേദനയുണ്ടാക്കിയ അർജുനായിങ്കി ഒടുവിൽ പോലീസിൻ്റെ കൈകളിൽ വീഴുന്നു. തളിപ്പറമ്പിലെ ലോഡ്ജിൽ ഇയാൾ 2 ദിവസം തങ്ങി. പിന്നീടാണ് കണ്ണൂരിലേക്ക് തിരിച്ചത്. തളിപ്പറമ്പ് ലോഡ്ജിൽ തങ്ങിയ അർജുനായിങ്കിയുടെ സമീപം വരെ പോലീസ് സംഘം എത്തിയിരുന്നു. അർജുനായിങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ഈ ആഴ്ചയ്ക്കുള്ളിൽ പോലീസ് നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് നൽകുക. ജില്ലാ കളക്ടറാവും റിപ്പോർട്ടിൽ അന്തിമ തീരുമാനമെടുക്കുക. ഒരു കാര്യം വ്യക്തമാണ്, പോലീസിൻ്റെ കൃത്യമായ ആസൂത്രണം ഒടുവിൽ അർജുനായിങ്കി വീണു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.